തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രം ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് 25-ന് തുടക്കമാവും. ജനുവരി 1 വരെ തീയതികളിലാണ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം നടക്കുന്നത്. പ്രസിദ്ധമായ തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് ഡിസംബർ 25-ന് തുടക്കമാവും. ജനുവരി 1 വരെ തീയതികളിൽ യജ്ഞാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യയുടെ നേതൃത്വത്തിലാണ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം നടക്കുന്നത്. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ഈ വരുന്ന ഡിസംബർ 24 മുതൽ ജനുവരി 1 വരെ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞം നടക്കുകയാണ്. യജ്ഞാചാര്യൻ ശ്രീമദ് ഉദിത് ചൈതന്യജിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 7 ദിവസമായി നടക്കുന്ന ഭാഗവത സപ്താഹത്തിൻ്റെ വിജയത്തിലേക്ക് വേണ്ടി ഉദയമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും കലവറ ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് എത്തിക്കുകയാണ്. കൂടാതെ 25-ന് നടക്കുന്ന ആചാര്യ വരവേൽപ്പ് കോട്ടിക്കുളം വിഷ്ണുമഠം നിന്ന് പുറപ്പെട്ടുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തിയാണ്. ക്ഷേത്രത്തിൽ നിന്നും കൃഷ്ണവിഗ്രഹം പ്രത്യേകം തയ്യാറാക്കിയ ശ്രീകോവിലേക്ക് പ്രതിഷ്ഠയ്ക്ക് കൊണ്ടുപോവുകയാണ്. അത് തന്നെ 5:30 സാംസ്കാരിക സമ്മേളനം നടക്കുകയാണ്. കൂടാതെ 30-ന് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കുകയാണ്. പാലക്കുന്ന് ഭഗവതി ക്ഷേത്രം ഭണ്ഡാര വീട്ടിൽ നിന്നും പഞ്ചവാദ്യത്തോടുകൂടി ഉള്ള ഘോഷയാത്ര നടക്കുകയാണ്. പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത് മടിയൻ രാധാകൃഷ്ണമാരാരുടെ സംഘവുമാണ്. 24-ന് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടക്കും. 25-ന് ആചാര്യ വരവേൽപ്പ്, തുടർന്ന് വിഗ്രഹപ്രതിഷ്ഠ, സാംസ്കാരിക സദസ്സ് തുടങ്ങിയവ നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഭാഗവത പാരായണവും പ്രഭാഷണവും നടക്കും. ഡിസംബർ 30-ന് രുക്മിണി സ്വയംവരം ഘോഷയാത്ര നടക്കും. പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്ര ഭണ്ഡാര വീട്ടിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കും. ജനുവരി 1-ന് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് സമാപനം കുറിക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.